അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴം മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാനൊരു 1/2 കപ്പ് അളവിൽ സേമിയയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ അങ്ങ് വറുത്തെടുക്കണം. അങ്ങനെ സേമിയൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനൊരു 3 നേന്ത്രപ്പഴം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പഴമൊക്കെ ഏകദേശം ഒന്നങ്ങ് വഴന്നു വന്നിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നങ്ങ് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഒന്നങ്ങ് വെന്ത് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. വലുതാണെങ്കിൽ ഒരു 3 തന്നെ മതിയാവും. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1/4 കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട മാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല. പാലും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ഒന്നങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വാട്ടി വെച്ചിട്ടുള്ള പഴം കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് കുക്കർ എടുത്താലും മതി. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാനിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ പഴയ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്നങ്ങ് തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മറിച്ചിട്ടിട്ട് ഒരു 1-2 മിനിറ്റൊക്കെ നമുക്കിതൊന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്